വാസ്കോട്ട് ഗാമ വന്നിറങ്ങിയ സ്ഥലം അല്ലെങ്കിൽ ഹലുവയുടെ മണമുള്ള നമ്മുടെ സ്വന്തം കോഴിക്കോട് തലസ്ഥാന നഗരി വരെ കോഴിക്കോടേക്ക് മാറ്റണമെന്ന് പറഞ്ഞ ഒരു ചർച്ചയുണ്ടായിരുന്നതൊക്കെ നമുക്കറിയാം. എന്നാൽ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പോവാതിരിക്കാത്ത ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. എന്നാൽ നിങ്ങളും കൂടി പോരുന്നേ, നമുക്ക് കോഴിക്കോട് ബീച്ചിലെ ചില കാഴ്ചകൾ കണ്ടു നോക്കിയാലോ. കോഴിക്കോടിനെ പറ്റിയുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അതറിഞ്ഞതിന് ശേഷം ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയും ഒക്കെ ചെയ്തു. പുതിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാത്ത കോഴിക്കോടിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നീട് നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ഷൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു കാര്യവും അല്ലെങ്കിൽ ഏതൊക്കെ പുതിയ ഫോട്ടോസ് എടുക്കും എന്നൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം നേരെ വിട്ടു കോഴിക്കോട് ബീച്ചിലേക്ക്. അവിടെ രാവിലെ തന്നെ ആയതുകൊണ്ട് ആരുമില്ലായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ കാറിൽ കുക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ഇൻഡോമിയും ഉണ്ടായിരുന്നു. സോ നമ്മൾ പ്ലാൻ ചെയ്തു, ഇന്ന് നമ്മൾ ഇൻഡോമി ഇവിടെ വെച്ച് ഉണ്ടാക്കിയാലോ. ആ ഒരു വൈബ്, രാവിലെ തന്നെ ഫ്രഷ് എയറിൽ നമ്മളൊരു ഇൻഡോമിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് അതൊരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ്. അങ്ങനെ വൈകുന്നേരം വരെ വീണ്ടും കോഴിക്കോട് ടൗണിലൊക്കെ കറങ്ങി വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് വൈകുന്നേരം കോഴിക്കോട് ബീച്ചിലെ സ്പെഷ്യാലിറ്റിയൊക്കെ അറിയാൻ വേണ്ടി. രാവിലത്തെ വൈബും അതായത് വൈകുന്നേരത്തെയും വളരെ ഡിഫറെൻ്റാണ്. വൈകുന്നേരവും രാത്രിയുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്, ഒരു വർക്ക് സ്പേസിൽ നിന്നൊരു ഫ്രീ കിട്ടാനൊക്കെ വേണ്ടി. അങ്ങനെ ഞങ്ങളും അവിടെ ചെന്ന് ഒരു ഐസുരന്തിയൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം ആൻഡ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീൽ. നമ്മൾ കഴിച്ചിരിക്കുന്ന ബാക്കി സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഐസുരന്തി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീൽ. അതൊരു വലിയ ടേസ്റ്റിൻ്റെ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ കൂടി അതൊക്കെ കഴിച്ച് വൈകുന്നേരം ഇങ്ങനെ അവരോട് കുറച്ച് സംസാരിച്ചിരുന്ന അവരുടെ കഥകളൊക്കെ ചോദിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കടൽക്കരയത്തേക്ക് പോവുകയാണ്. ഒരുപാട് ഫാമിലീസും ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് സ്ട്രെസ് ലെവലിൽ നിന്ന് കുറച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കൊന്ന് ഫ്രീ മൈൻഡഡായിട്ട് ഒന്ന് എയറൊക്കെ കൊണ്ട് നല്ല ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് വൈകുന്നേരം വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ ഒരുപാട് വർക്ക് സ്പേസിൽ നിന്ന് വർക്ക് ചെയ്ത് മടുത്തവരൊക്കെ ആയിരിക്കാം ചിലരും എന്നുള്ളതാണ്. ഇവിടെയുണ്ട് ഓരോരുത്തർക്കും ഓരോ ജീവിത കഥകളും അതിനെ പറ്റിയൊക്കെ പറയാനുണ്ടാവും. കുറേ വ്യാപാരികളുമായി സംസാരിച്ചു, അവരുടെ ചില കഥകളൊക്കെ കേട്ടു. വർഷങ്ങളായി ഇവിടെ കച്ചവടം ചെയ്തു വരുന്ന ഒരുപാട് ആൾക്കാർ അവരുടെ സന്തുഷ്ടമായ ഫാമിലിക്ക് വേണ്ടി ഇവിടെ ത്യാഗം ചെയ്ത് ജീവിതത്തിലൊക്കെ കണ്ടു. പല മുഖങ്ങളും മറക്കാൻ പറ്റാത്ത ശ്രദ്ധിച്ചതിന് ശേഷം വൈകുന്നേരത്തെ സന്ധ്യ, അതായത് സൂര്യൻ അസ്തമിച്ചു സന്ധ്യയായി എന്നുണ്ടെങ്കിൽ പോലും നഗരങ്ങളൊക്കെ ഉറങ്ങിത്തുടങ്ങി. എന്നാലും ഇവിടെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കഥകളുമായി സംസാരങ്ങളുമായി ചങ്ങാത്തങ്ങളും കുടുംബവും ഒക്കെ ഒന്ന് ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ട് പോകുന്നത്. അതിനിടയിലാണ് ഞങ്ങൾ ഇവരെ ശ്രദ്ധിക്കപ്പെട്ടത്. ഇവർ ഇങ്ങനെ വൈബ് ചെയ്ത് പാട്ടും ഡാൻസൊക്കെ ആയി ഇങ്ങനെ തെരുവിലൂടെ നടക്കുമ്പോൾ അവരുടെ കുറച്ച് വീഡിയോസൊക്കെ പകർത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്തൊരു ലക്ഷ്യവും അല്ലെങ്കിൽ അടുത്തൊരു യാത്രാ സ്പോട്ടും സെർച്ച് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ്. സോ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.